സുനിത സുനിമോൾ എടീ ബിഗ് ജോസില് സുനിമോള് കപ്പടിച്ച്. ഞാൻ അറിഞ്ഞായിരുന്നു. ആണല്ലേ? ഉണ്ടല്ലോ ഇതായിട്ട് പൈസ ഒക്കെ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാ. ആണോ? ഈ സിനിമ കഥയൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ എന്താ കണക്ക് നോക്കിക്കേ. നമസ്കാരം, പ്രധാന വാർത്തകൾ. മാതാവേ, നിങ്ങളിത് അറിഞ്ഞ സുധയുടെ മോളിന്റെ ബാംഗ്ലൂർ എങ്ങാണ്ട് നഴ്സിംഗ് പഠിക്കാൻ പോയ ചെക്കനോട് വിളിച്ചോടിപ്പോയി. മറ്റേ ചെറുക്കനില്ലേ കണ്ടവറേന്നെല്ലാം പൈസ മേടിച്ച് നാട്ടുകാരെ മൊത്തം പൈസ നീ കൂടുതൽ വർത്തമാനം ഒന്നും പറയണ്ട. കഴിഞ്ഞ മാസം തരാനുള്ള ചിട്ടി പൈസ നീ തന്നാടി. കഴിഞ്ഞ മാസം നിങ്ങൾ മുടക്കിയെന്ന് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ ഞാൻ കൊടുക്കാനുള്ളതാണെങ്കിൽ ഞാൻ കൊടുക്കാം. നമസ്കാരം, പ്രധാന വാർത്തകൾ. കണ്ടാ നമ്മള് 10 പേർക്ക് ഈ സാധനം അയച്ചു കൊടുത്താലേ നമ്മുടെ 10 കിലോ കുറയും. ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾ വേണേ 10 പേർക്ക് അയച്ച് 10 കിലോ കുറയ്ക്കാൻ. ആരേലും എന്തേലും പറയുമ്പോ അങ്ങ് വിശ്വസിച്ചോളൂ. 5 പേർക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് 5 കിലോ കുറയുന്നത്. ഇങ്ങനെ ഒരു മരമണ്ടി നീ ഇന്ന് തിന്നുകൊണ്ടിരിക്കാതെ എന്തോ നീ കാണിച്ചുകൊണ്ടിരിക്കും. സെക്രട്ടറിയുടെ സ്ഥാനത്ത് സെക്രട്ടറിയുടെ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ചേച്ചി ചോറാണ്. കെട്ടിയോണ്ട് എടുത്തെടുത്താൽ മതി, ഞങ്ങൾ എടുത്തെടുത്താൽ. നാട്ടിലെ കുറ്റവും കുറവും പറയാൻ മാത്രമുള്ളതാണ് കുടുംബശ്രീ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ധാരണ. എന്നാൽ കഥ അതല്ല. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വുമൺ അസോസിയേഷൻ ആണ് നമ്മുടെ കേരളത്തിലെ ഈ കൊച്ചു കുടുംബശ്രീ, അല്ല വലിയ കുടുംബശ്രീ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം റൂറൽ ഏരിയാസിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നതാണ് ഗവൺമെന്റ് ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച്. ഈ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ട് തന്നെ വന്നതാണ് നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അഥവാ സ്വയം സഹായ സംഘങ്ങൾ. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന്റേത് കുടുംബശ്രീ. ഡെയിലി വേജസ് വർക്കേഴ്സ് ധാരാളമുള്ള നമ്മുടെ റൂറൽ ഏരിയാസിൽ ഒരു സേവിംഗ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുവാനായി ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് സഹായിച്ചു. തങ്ങളുടെ നിക്ഷേപ തുകയിൽ നിന്ന് തന്നെ അവർക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുവാനും ഈ സംഘങ്ങൾ അവർക്ക് ഏറെ പ്രയോജനമാണ്. രാജ്യത്തെ ഒട്ടുമിക്ക ബാങ്കുകളും ഇതുപോലെയുള്ള സംഘങ്ങൾക്ക് ലോണുകൾ നൽകുവാനായി ഇന്ന് തയ്യാറാണ്. സാധാരണക്കാർക്ക് സംരംഭങ്ങൾ തുടങ്ങുവാനും ആവശ്യ സമയങ്ങളിൽ അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുവാനും ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ വലുത് തന്നെയാണ്.